പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മനുഷ്യന്റെ ഇച്ഛാശക്തികളെ, ജഡികമോഹങ്ങളെ ദൈവതുല്യം മനുഷ്യൻ ആരാധിക്കുന്ന ഒരു പ്രവണത അനാദികാലം മുതലേ നിലനിൽക്കുന്നതാണ്. പുതിയ മാനവിക ചിന്തകളിലെല്ലാം മനുഷ്യ നീ തന്നെയാണ് ദൈവം എന്നൊക്കെ പറഞ്ഞ് വലിയ കേമത്തൊക്കെ പറയുന്ന താത്വിക പ്രബോധനങ്ങളൊക്കെ ഇല്ലേ, അതെല്ലാം ആദ്യം പ്രാചീന മനുഷ്യൻ്റെ ജഡമോഹങ്ങളിൽ നിന്ന് ആദ്യകാലങ്ങളിൽ തന്നെ ഉണ്ടായിരുന്നതാണ്. അവിടുന്ന് എത്രയോ കാലം മനുഷ്യരാശി മുന്നോട്ട് സഞ്ചരിച്ചു. പിന്നെയും നമ്മളെ ഇങ്ങനെയുള്ള പിന്തിരിപ്പൻ ചിന്താഗതികൾ പിന്നോട്ടടിക്കണേ കാണുമ്പോൾ അതിനൊന്നും ആധുനികതയുടെ പേരിൽ കൊട്ടിഘോഷിക്കേണ്ട ഒരു കഥയുമില്ല. എന്താണ് കാരണം? ജഡത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമാണ് ജീവിക്കുന്നതെന്ന് ഉള്ള ചിന്താ പദ്ധതികൾ പൗലോസിൻ്റെ കാലത്ത് ഉണ്ടായിരുന്നു. എപ്പിക്യൂറിയൻസിനെ കുറിച്ച് അതാണ് പറയണത്. എപ്പിക്യൂറിയൻസിനെ കുറിച്ച് പൗലോസ് എന്താ പറയണത്? ഉദരമാണ് അവരുടെ ദൈവം, നാശമാണ് അവരുടെ അന്ത്യം. ഫിലിപ്പിയ ലേഖനം 3:19. ഉദരത്തെ ദൈവമായി കാണുന്നവരുണ്ട്. ഉദരത്തെ ദൈവമായി കാണുന്നവരുടെ ഒരു കാഴ്ചപ്പാടുണ്ട്. ഉദരമാണ് അവരുടെ ദൈവം, എന്താണ്? നാശമാണ് അവരുടെ അന്ത്യം. കാര്യം നിത്യതയില്ലെന്നാണ്. എപ്പിക്യൂറിയൻസും ഇന്ത്യയിൽ ചാർവാകൻസും ഒക്കെ ഈ നിലപാടുള്ള ആൾക്കാരാണ്. മുക്കറ്റം വരെ കഴിച്ചതിന് ശേഷം, ഭക്ഷണം കഴിച്ചതിന് ശേഷം പിന്നെയും കഴിക്കാൻ വേണ്ടി വായി കൈയിട്ട് ഛർദ്ദിച്ച് കളഞ്ഞിട്ട് പിന്നെയും കഴിക്കുന്ന കക്ഷികളാണ് ചാർവാകൻസ്, ഇന്ത്യക്കാരൻ. ബുദ്ധിസത്തിന് മുമ്പുണ്ടായിരുന്ന ഒരു വർഗ്ഗമാണ്, ഒരു ചിന്താപദ്ധതിയാണ്. അക്കാലങ്ങളിൽ ഗ്രീസിലുണ്ടായിരുന്ന ആൾക്കാരാണ് എപ്പിക്യൂറിയൻസ്. എപ്പിക്യൂറിയൻസിനെ കുറിച്ച് പൗലോസ് പറയുന്നുണ്ട്. എന്താ അവർ പറയുന്നത്? യെസ്റ്റർഡേ ഈസ് ഡെഡ് ആൻഡ് ഗോൺ, ടുമോറോ ഈസ് അൺസർട്ടൻ, ടുഡേ ഈസ് അവേഴ്സ്, ലെറ്റ് us മേക്ക് മെറി. അതാണ്. ഇതിനെതിരെയാണ് സുവിശേഷം എന്നും സത്യദൈവത്തെ കാണിച്ചുകൊണ്ട് ഫൈറ്റ് ചെയ്തിരിക്കുന്നത്. അവരെന്താ പറയുന്നത്? എപ്പിക്യൂറിയൻസ് എന്താ പറഞ്ഞിരിക്കുന്നത്? ഇന്നലെ ഉണ്ടോ, കഴിഞ്ഞു പോയി, നാളെ ഇനി ഉണ്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ല. ഇന്നാണ് നമ്മൾക്കുള്ളത്, അതുകൊണ്ട് ഇന്ന് ആവോളം ആനന്ദിക്കാം. ആവോളം ആനന്ദിക്കുന്ന ഭാഗമായിട്ടാണല്ലോ ഈ കൊറോണ കാലത്തല്ല അബോർഷൻ സെൻറ്റർ ആദ്യം തുറന്നത്. ആരാധനാലയം തുറന്നതിനല്ലേ ഇവിടെ പ്രശ്നം ഉണ്ടായുള്ളത്. ആരാധനാലയങ്ങൾ തുറന്നതിനാണ് ഇത്രയും ബഹളങ്ങൾ കാണിച്ചു കൂടിയത്, തുറക്കാൻ അനുവദിച്ചതിന്. അബോർഷൻ സെൻറ്റർ തുറന്നതിന് ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. എങ്ങോട്ട് നമ്മൾ പോകുന്നു? വിശ്വാസി എവിടെ നിൽക്കണം? ശ്രുതികട്ടെ ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, 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 യേശുവേ സ്തുതി, ഹല്ലേലൂയ, 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 യേശുവേ സ്തുതി, യേശുവേ ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മനുഷ്യ കുഞ്ഞുങ്ങളെ വയറ്റിലിട്ട് കൊല്ലാൻ വേണ്ടി നിയമം എഴുതി വെച്ചിരിക്കുന്ന രാജ്യമാണിത്. ആർക്കും ഒരു പ്രശ്നമില്ല. ഒരു ആനക്കുഞ്ഞ് ചത്തപ്പോൾ എല്ലാ കോർപ്പറേറ്റുകളും സിനിമാ നടന്മാരെല്ലാവരും വീട്ടിൽ ഇരുന്ന് മുങ്ങാൻ തുടങ്ങി, AC റൂമിലിരുന്നുകൊണ്ട്. ഒരു കർഷകൻ ഒരു ചെടി മുളപ്പിച്ച്, ഒരു ഞാറ് മുളപ്പിച്ച് നമുക്കരി ഉണ്ടാക്കി തരുന്നവൻ എൻ്റെ കയ്യിൽ നിന്നൊരു അബദ്ധം പറ്റിയപ്പോഴേ, അറിയാത്ത അബദ്ധമാണത്, അറിഞ്ഞുകൊണ്ടല്ല, ഒരബദ്ധം പറ്റിയപ്പോഴേ, ഇപ്പം ചക്കിനി വെച്ചത് കൊക്കിനി കൊണ്ടെന്ന് പറഞ്ഞ പോലെ അബദ്ധം പറ്റിയപ്പോൾ അതൊരു നാഷണൽ ദുരന്തമായിട്ട് കൊട്ടിഘോഷിച്ചു. കേരളത്തെ സൈഡ് ലൈൻ ചെയ്യാനൊരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഇന്ത്യൻ പൊതുസമൂഹം അത് ചെയ്യുന്നു എന്നുള്ളത് മലയാളി മനസ്സിലാക്കണം. ശ്രുതികട്ടെ ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, 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 യേശുവേ സ്തുതി, ഹല്ലേലൂയ, 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 ആരാധന, ആരാധന, യേശുവേ ആരാധന, 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 യേശുവേ ആരാധന. ഒരു മൃഗത്തിൻ്റെ പേരിൽ അരിയുണ്ടാക്കുന്നവൻ്റെ കൈക്ക് കയ്യാമം വെച്ചുകൊണ്ട് അകത്ത് കൊണ്ട് ഇട്ടുകൊണ്ട് ഈ രാജ്യം എന്ത് നേടും? കാര്യം നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്. ഞാൻ ആന ചത്തതിനെ നീതീകരിക്കുകയല്ല. ആനയല്ല, ഒരു ഉറുമ്പ് പോലും ചകർന്നതിന് സഭ നീതീകരിക്കത്തില്ല, ഒരു ജീവൻ നഷ്ടപ്പെടുന്നതിന്. പക്ഷേ
യാഥാർത്ഥ്യങ്ങളെ അംഗീകരിക്കാനോ തുറന്ന മനസ്സോട് കാണുവാനോ അതിന് പറ്റുന്ന രീതിയിലുള്ള മനുഷ്യോന്മുഖമായ പരിസ്ഥിതിജന്യമായ നിയമ സംവിധാനങ്ങളും ജീവന് സുരക്ഷിതം ലഭിക്കാൻ ബാധ്യതയുള്ള സ്ഥലത്താണ് നിയമങ്ങൾക്ക് അർത്ഥം ഉണ്ടാകേണ്ടത്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന യേശുവേ, ആരാധന, ആരാധന, ആരാധന യേശുവേ, ആരാധന. മനുഷ്യരെക്കാൾ മൃഗങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു സമൂഹത്തിൽ ഇന്ന് ബൈബിൾ നമ്മളെ എന്തുമാത്രം മുന്നോട്ട് കൊണ്ടുവന്നോ. ഈ കാളക്കുട്ടിയൊക്കെ അങ്ങനെ വരണതാ. ദൈവത്തെക്കാൾ മനുഷ്യനേക്കാൾ മൃഗത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു ആരാധനാ സംവിധാനങ്ങളെ നമ്മുടെ പ്രാക്ചരിത്രത്തിൻ്റെ ഭാഗമാണ്. ശരിക്കും പ്രാക്തന ചരിത്രത്തിൻ്റെ ഭാഗമാണ്. എന്താണ് കാളയെന്ന് പറയണത്? വിത്ത് കാള എന്താണത്? അത് പശുക്കിടാവിനെ ജനിപ്പിക്കുന്ന ബീജമുള്ള ഉർവര സംവിധാനത്തിൻ്റെ ഭാഗമാണ്, ഫലപുഷ്ടിയുടെയൊക്കെ ഭാഗമാണ്. ഈജിപ്ഷ്യൻ കാഫ് വർഷിപ്പ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നെറ്റിലടിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അത് കൊയ്ത്തും ആയിട്ട് ബന്ധപ്പെട്ടതാണ്. അതുപോലെ തന്നെ ഉർവരതയുമായിട്ട്, ഭൂമിയുടെ ഉർവരതയുമായി ബന്ധപ്പെട്ടുള്ളതാണ്. എന്ന് വെച്ചാൽ അപ്പം തന്നെ അർത്ഥം, അപ്പം കൊണ്ട് മാത്രം എന്ന് പറഞ്ഞ് ആ സംഭവം. കാളക്കുട്ടി ആരാധിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കാള ഫലപുഷ്ടിയുടെയും ഉർവരതയുടെയും, നമുക്കറിയാമല്ലോ പ്രാചീന മനുഷ്യൻ്റെ ഇന്നല്ലേ ഇപ്പോൾ വ്യവസായവും കമ്പ്യൂട്ടറും ഒക്കെ IT ഒക്കെ വരണത്. പണ്ട് മനുഷ്യരുടെ ജോലി എന്താണ്? കൃഷിയും കന്നുകാലി വളർത്തലും. സാമൂഹ്യ പാഠങ്ങൾ പഠിക്കുമ്പോൾ നമ്മൾ എന്താ പറയണത്? അവിടെ ജനം എങ്ങനെ ജീവിച്ചത്? കൃഷി കൊണ്ടും കന്നുകാലി വളർത്തൽ കൊണ്ടും. അപ്പോൾ കൃഷിയുടെയും കന്നുകാലി വളർത്തലിൻ്റെയും പ്രതീകമാണ് കാള. കാളയെ ആരാധിക്കുമ്പോൾ ആരാണ് ആരാധിക്കണത്? കൃഷിയെയാണ് ആരാധിക്കണത്. അതുപോലെ തന്നെ കന്നുകാലികളെ ആരാധിക്കുകയാണ്. പാലിനെ ആരാധിക്കുന്നു, അതുപോലെ തന്നെ അപ്പത്തെ ആരാധിക്കുന്നു. അപ്പം കൊണ്ട് മാത്രം, അതാണ് സാധനം. അപ്പം അപ്പം കൊണ്ട് മാത്രമാണ് മനുഷ്യൻ ജീവിക്കണതെന്ന് ആദ്യകാലം മുതലുള്ള ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. ഇതിനെയാണ് ബൈബിൾ തിരുത്തണത്. മരുഭൂമിയിൽ നടത്തിക്കൊണ്ട് തിരുത്തും. മരുഭൂമി നടത്തിക്കൊണ്ട് ബൈബിൾ തിരുത്തുന്നത് എങ്ങനെയാണ്? മനുഷ്യൻ അപ്പമില്ലാത്തൊരു കാലത്ത് ഇതിലേക്ക് മനുഷ്യനെ കടത്തിവിടുമ്പോൾ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, നിയമാവർത്തനം 8:3 വായിക്കണത് എന്താണ്? മനുഷ്യൻ അവിടെ നിങ്ങളെ മരുഭൂമിയിലൂടെ നയിച്ചത് നിങ്ങളെ എളിമപ്പെടുത്താനും. പിന്നെന്താണ്? മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വീഴുന്ന ഓരോ വചനം കൊണ്ട് കൂടിയാണ് മനുഷ്യൻ ജീവിക്കണതെന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, 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 യേശുവേ നന്ദി. ഹല്ലേലൂയ, നിയമാവർത്തനം 8:3. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ നന്ദി. യേശുവേ നന്ദി. ഹല്ലേലൂയ, യേശുവേ ആരാധന, ആരാധന, ആരാധന. എൻ്റെ പേര് ബെൻസി. ഞാൻ കൊല്ലത്തുനിന്ന് വരുന്നു. എന്നെ ഈ തിരുസന്നിധിയിൽ നിർത്താൻ സഹായിച്ച പരിശുദ്ധ ദൈവമാതാവിനും തിരുക്കുമാരനും ഞാൻ നന്ദി പറയുന്നു. ഞാൻ കൊല്ലത്തു നിന്നാണ് വരുന്നത്. ഞാൻ എൻ്റെ ആദ്യ ഉടമ്പടി എടുത്തത് 23/10/2023 എനിക്ക് 3 വർഷമായി ജോലിയില്ലായിരുന്നു. ഞാനൊരു നേഴ്സാണ്. ഇവിടെ വന്ന് രണ്ടാമത്തെ ഉടമ്പടി പുതുക്കിയതിൻ്റെ 2 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഹസ്ബൻഡ് നിൽക്കുന്ന സ്ഥലത്തേക്ക് തന്നെ മാതാവ് എനിക്ക് ഇൻ്റർവ്യൂവിന് വഴിയൊരുക്കി തന്നു. ഞാൻ അങ്ങനെ ഇൻ്റർവ്യൂ പാസ്സായി ഓഫർ ലെറ്റർ കിട്ടിയപ്പോൾ അത് സാലറി വളരെ കുറവായിരുന്നു. കാരണം എനിക്ക് 10 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ എൻ്റെ മനസ്സിൽ മാതാവ് പറഞ്ഞു, ഞാനല്ലേ നിനക്ക് ഈ ജോലി എന്നത്, നീ ധൈര്യമായി ആ ഓഫർ സൈൻ ഇടാൻ പറഞ്ഞു. ഞാനങ്ങനെ മാതാവിനോടും ഈശോയോടും പ്രാർത്ഥിച്ച ആ ഓഫർ ലെറ്റർ സൈൻ ഇട്ടു. പിന്നീട് എനിക്ക് പോകാനുള്ള ടിക്കറ്റും വിസയും 12/5/2025 ആയപ്പോൾ വന്നു. പക്ഷേ എൻ്റെ അറ്റസ്റ്റേഷൻ, അതായത് ലാസ്റ്റ് എക്സ്പീരിയൻസ് അറ്റസ്റ്റേഷൻ ചെയ്യാൻ വാങ്ങിച്ച സർട്ടിഫിക്കറ്റ് ഏജൻസിയിൽ നിന്ന് തന്നില്ല. അവരെന്നോട് പറഞ്ഞു, നീ പൊക്കോ, അത് ഞങ്ങൾ അയച്ചു തന്നേക്കാം. പക്ഷേ സൗദി റൂൾ അനുസരിച്ച് നമ്മൾ ലേറ്റസ്റ്റ് സർട്ടിഫിക്കറ്റ് അവിടെ കാണിക്കണം. ഞാൻ വളരെ ഭാരത്തോടെ അതവർ പറഞ്ഞ ശേഷം അതിനു മുമ്പ് ഒരാഴ്ചയ്ക്ക് മുമ്പ് ഞാൻ ഈ അൾത്താരയിൽ വന്ന് മാതാവിൻ്റെ മുമ്പിൽ നിന്ന് ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. അമ്മേ, ഞാൻ എന്താ ചെയ്യേണ്ടത്? എനിക്ക് പോകാനുള്ള സമയമായി. എനിക്ക് പോകുന്നതിന് മുമ്പ് അമ്മ എൻ്റെ സർട്ടിഫിക്കറ്റ് എൻ്റെ കൈ കൊണ്ട് തരണം. 10/5/2025 അമ്മ മാതാവ് അത്
അവരുടെ കയ്യിൽ നിന്ന് എൻ്റെ സർട്ടിഫിക്കറ്റ് എൻ്റെ കയ്യിൽ കൊണ്ടു തന്നു. അങ്ങനെ ഞാൻ 12/5/25 എൻ്റെ ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്തു. അതേപോലെ തന്നെ എൻ്റെ സാലറിയുടെ കാര്യം ഞാൻ പറഞ്ഞുവല്ലോ, സാലറി വളരെ കുറവായിരുന്നു. ഞാൻ ആദ്യം അവിടെ ഇരുന്നൊരു സ്ത്രീയോട് ചോദിച്ചു, അതായത് ഞങ്ങളുടെ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട ഒരു സ്ത്രീയോട് ചോദിച്ചു, എനിക്ക് സാലറി കുറവാണ്, ഞാൻ 10 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, ഇനി കൂട്ടുമെന്ന് തോന്നുന്നില്ല, ഓൾറെഡി നീ കോൺട്രാക്ട് സൈൻ ചെയ്തതല്ലേ എന്ന്. അപ്പം അവർ പറഞ്ഞു, നിൻ്റെ റിസ്കിൽ വേണമെങ്കിൽ പോയി ചോദിച്ചോളാൻ പറഞ്ഞു. അപ്പം ഞാൻ അതിനു മുമ്പ് 91 സങ്കീർത്തനവും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ചൊല്ലിയിട്ട് ആ ഫിനാൻസ് മാനേജറിൻ്റെ മുമ്പിൽ വിശുദ്ധ ഉപ്പിട്ടിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. വിത്തിൻ 5 മിനിറ്റ്സ് എൻ്റെ സാലറി അവർ ഡബിളായി തന്നു. ഇത് തന്ന എൻ്റെ അമ്മ മാതാവിനും ഈശോയ്ക്കും ഞാൻ നന്ദി പറയുന്നു. എൻ്റെ സാലറിയിലെ ചെറിയൊരു സമ്പാദ്യം അമ്മയുടെ കാണിക്കയിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ രണ്ടാമത്തേന്ന് പറഞ്ഞാൽ എൻ്റെ കുഞ്ഞിനും എൻ്റെ അമ്മയുടെ സിസ്റ്ററിനും വിസ അടിക്കാൻ വളരെ ഡിഫിക്കൽട്ടായിരുന്നു. എൻ്റെ കുഞ്ഞിനെ സൗദി റൂൾ അനുസരിച്ച് അപ്പനും അമ്മയും സൗദിയിലുണ്ടെങ്കിൽ അപ്പന് മാത്രമേ കുഞ്ഞിനെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. എൻ്റെ ഹസ്ബൻഡിൻ്റെ ഡിപ്ലോമ സർട്ടിഫിക്കറ്റിൽ എംബസി അറ്റസ്റ്റേഷൻ ഇല്ല. വളരെ ഭാരത്തോടെ ഞാനിവിടെ ഇരുന്നു. എൻ്റെ ഹസ്ബൻഡ് റിയാദിൽ അറ്റസ്റ്റേഷൻ ചെയ്യാൻ പോയി. അവർ പറഞ്ഞു ചെയ്യില്ല, ഇന്ത്യൻ എംബസിയിൽ നിന്ന് തന്നെ ചെയ്യണം. ഇന്ത്യൻ എംബസി പോയിട്ട് വരണമെങ്കിൽ അത് 1 മാസം എടുക്കും. അപ്പം ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, വിഷമിക്കേണ്ട, നമുക്ക് പോകാം, ദൈവം നമ്മളെ സഹായിക്കും, അമ്മ മാതാവ് വന്ന് സഹായിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ അപ്പോയിൻമെൻറ്റ് ഞങ്ങളുടെ ഹോസ്പിറ്റലിലുള്ള ഒരാളിനെയും കൊണ്ട് എടുത്ത് ഞങ്ങൾ ആ ഓഫീസിൽ ചെന്നു. അപ്പം അവിടെ ഇരുന്ന കുറേ പേര് ഞങ്ങൾ പറഞ്ഞു, ടോക്കൺ എടുക്കുന്നു. അപ്പോൾ ഒരു സ്ത്രീ വളരെ ഉയരം, അതിനു മുമ്പ് ഞാൻ ആ പോകുന്ന വഴിയിൽ അച്ഛൻ്റെ ധ്യാനവും ഡെയിലി ബ്രെഡും കേൾക്കുകയായിരുന്നു. അപ്പം അച്ഛൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു, ഡിഫിക്കൽട്ടായ വിസകൾ മാതാവിൻ്റെ നാമത്തിൽ അടിക്കപ്പെടുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. ഞാൻ മാതാവിനോട് പറഞ്ഞു, അമ്മയുടെ ശിമിയോൻ്റെ പ്രവചനം, അമ്മയുടെ ഹൃദയത്തിലുള്ളൊരു വാൾ കടന്നു കയറുമെന്ന് ആ പ്രവചനം ഞാൻ ഓർക്കുന്നു. ഒരു കുഞ്ഞിനെ പിരിഞ്ഞിരിക്കുന്ന അമ്മയുടെ വിഷമം അമ്മയ്ക്ക് മനസ്സിലാവുമല്ലോ. എൻ്റെ കുഞ്ഞിൻ്റെ വിസ അമ്മ തന്നെ വന്നടിക്കണം, അമ്മയുടെ സാന്നിധ്യം അവിടെ ഉണ്ടാകണം. ഞാൻ അവിടെ ചെന്നപ്പം ഒരു സ്ത്രീ അവിടെ നിന്ന് എന്നോട് പറഞ്ഞു, എൻ്റെ നമ്പർ 90, നിങ്ങളുടെ നമ്പർ 93 ഈ 90 എന്നുള്ള നമ്പർ നിങ്ങളെടുത്തോ, എനിക്ക് നിങ്ങളുടെ നമ്പർ നിങ്ങൾ കാണിക്കണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് അവരെന്നോട് പറഞ്ഞത്, ഈ നമ്പറിനെ കൊണ്ട് എൻ്റെ നമ്പർ കൊണ്ട് എനിക്കൊരാവശ്യമില്ല, നിങ്ങൾ ഈ 90 നമ്പർ കാണിച്ച് കയറിപ്പാൻ പറഞ്ഞു. അങ്ങനെ അവർ അവിടെ ഓഫീസിൽ ഇരിക്കുന്ന മനുഷ്യനോട് എന്തോ സംസാരിച്ചു. ആ അമ്മ എന്നെ നോക്കി ഒന്ന് ചിരിച്ച് കാണിച്ചിട്ട് ഇറങ്ങിപ്പോയി. പിന്നീടും കയറി വന്നു, ഒന്ന് തലയുയർത്തി എന്നെ നോക്കി കടന്നുപോയി. ആ സൗദിയുടെ മുമ്പിൽ ഞങ്ങൾ ചെന്നിരുന്നപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് തൊട്ട് മുമ്പിലിരുന്നവരുടെ വരെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ ഇല്ല എന്ന് പറഞ്ഞവർ റിജക്റ്റ് ചെയ്തു. പക്ഷേ എൻ്റെ ഹസ്ബൻഡ് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കൊടുത്തപ്പോൾ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, എനിക്ക് നിൻ്റെ ഒറിജിനൽ വേണ്ട, നിൻ്റെ സിറോക്സ് ഇങ്ങ് തരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ സിറോക്സ് അവരെ കൊടുത്തു. ആ സ്ത്രീ ഇട്ടിരുന്ന ഡ്രസ്സിൻ്റെ കളറ് ചാര നിറമായിരുന്നു. വളരെ ഉയരമുള്ള സുന്ദരിയായ ഒരു സ്ത്രീ ആയിരുന്നു. അതെൻ്റെ അമ്മ മാതാവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഞാൻ പറഞ്ഞത് എൻ്റെ അമ്മയാണ് ആ വിസ അടിക്കേണ്ടതെന്ന്. അങ്ങനെ അവർ ഞങ്ങളോട് സാലറി സർട്ടിഫിക്കറ്റ് എൻ്റെ ഹസ്ബൻഡിനോട് ചോദിച്ചു. ഞങ്ങൾ വളരെ ദൂരത്തിലാണ്, കമ്പനിയിൽ പോയി ഹസ്ബൻഡിന് സാലറി സർട്ടിഫിക്കറ്റ് എടുക്കാൻ പറ്റില്ല. അപ്പം എൻ്റെ ഹസ്ബൻഡ് ആ സൗദി തന്നെ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, ഗോസി എന്നൊരു ആപ്പുണ്ട്, അതിൽ നിന്ന് നിങ്ങൾ സാലറി സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യും. അക്കോർഡിംഗ് ടു സൗദി റൂൾ 4500 റിയാലിന് എബോവ് ഉള്ളവർക്ക് മാത്രമേ ഡിപ്പെൻഡൻറ്റ് വിസ അടിക്കുകയുള്ളൂ. എൻ്റെ ഹസ്ബൻഡിൻ്റെ സാലറി വളരെ കുറവാണ്. ഞങ്ങൾ ഗോസി എന്ന ആപ്പ് തുറന്നു, സാലറി സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് അയാളുടെ കയ്യിൽ കൊടുത്തപ്പോൾ അയാൾ ആ ഫോൺ മായ്ച്ചതും വന്ന സാലറി സർട്ടിഫിക്കറ്റ് സ്ക്രോൾ ചെയ്ത് മുന്നോട്ട് പോയി. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിനോട് അയാൾ ചോദിച്ചു, മകളുടെ പേര് സാറ എന്നല്ലേ, നിൻ്റെ മകളുടെ വിസ അടിച്ചിട്ടുണ്ട് കേട്ടോ, ഇനി നിങ്ങൾക്ക് ബോംബെയിൽ നിന്ന് പ്രോസസ്സ് ചെയ്യാമെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ എൻ്റെ ആൻറ്റി, അതായത് എൻ്റെ മമ്മിയുടെ അനിയത്തിയുടെ സിസ്റ്ററാണ്. സൗദി റൂൾ അനുസരിച്ച് പേരൻസിനെയോ ഫാദറിലെയോ മദറിലെയോ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. എൻ്റെ അമ്മയുടെ സിസ്റ്റർ വിധവയാണ്, കുഞ്ഞുങ്ങളുണ്ടായിരുന്ന ഒരാൾ മരിച്ചുപോയി, വേറെ ആരുമില്ല. അപ്പം എൻ്റെ അമ്മ പറഞ്ഞു എൻ്റെ അമ്മയുടെ സിസ്റ്ററിനെ കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ സാധാരണ വിസ അടിക്കാറില്ല. ഞാൻ നാട്ടിൽ വന്നു എൻ്റെ കുഞ്ഞിനെ കൊണ്ടുപോകാൻ വേണ്ടി. അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, അമ്മേ ആ വിസ അമ്മ അടിച്ചു തരണം.
നവംബർ 6 മുമ്പ് അമ്മ അടിക്കണം. നവംബർ 5-ാം തീയതി ആ വിസ സൗദിയിൽ നിന്ന് അടിച്ചു വന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ VFSC പോയപ്പം ഞാൻ പറഞ്ഞു, മാതാവ് എൻ്റെ കുഞ്ഞിൻ്റെ വിസ അമ്മയാണ് അടിച്ചത്, ഈ വിസ അമ്മ തന്നെ അടിക്കണം. ഞാൻ ആ പാർക്കിങ്ങിൽ ചെന്നപ്പോൾ എനിക്ക് കുന്തിരിക്കത്തിൻ്റെ മണം അനുഭവപ്പെട്ടു. എനിക്ക് മനസ്സിലായി എൻ്റെ അമ്മയാണ് VFSC ഇരിക്കുന്നതെന്ന്. ഞാൻ അവിടെ കടന്നു ചെന്നു. അപ്പോൾ അവരെന്നോട് പറഞ്ഞത്, സിസ്റ്റർ ആയതുകൊണ്ട് വിസ അടിക്കില്ല, നിൻ്റെ അമ്മയുടെ പാസ്പോർട്ടിലെയും നിൻ്റെ അമ്മയുടെ സിസ്റ്ററിൻ്റെ പാസ്പോർട്ടിലെയും മദർ ആൻഡ് ഫാദറിനെയും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, നിൻ്റെ റിസ്കിൽ വേണമെങ്കിൽ നീ ആ വിസ ഞങ്ങൾ പ്രോസസ്സ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ റിസ്കിലല്ല, എൻ്റെ അപ്പനും അമ്മയും പ്രോസസ്സ് ഇത് ചെയ്തു തരും. കാരണം എൻ്റെ മാതാവിൽ ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ ഈശോയിൽ ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ എൻ്റെ റിസ്കിൽ ഞാൻ ആ സൈനിട്ട് മാതാവിൻ്റെ ഈശോയുടെയും പ്രാർത്ഥിച്ച് ഞാൻ ആ വിസ വിട്ടു. നവംബർ 15-ാം തീയതി എൻ്റെ ആൻറ്റിയുടെ വിസയും പാസ്പോർട്ടും ഞാൻ റിസീവ് ചെയ്തു. ഞങ്ങൾ 25-ാം തീയതി പോവുകയാണ്. ആ വിസയും പാസ്പോർട്ടും മാതാവിനെ കാണിക്കാൻ ഞാനിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഈശോയ്ക്കും തിരുക്കുമാരനും ഞാൻ നന്ദി പറയുന്നു. അതേപോലെ സൗദിയിൽ വളരെ പാടാണ് ഒരു വാടക ഭവനം കിട്ടാൻ. ആദ്യം ഞങ്ങൾ ചോദിച്ചപ്പോൾ 26,000 റിയാലെന്നാണ് അവർ പറഞ്ഞത്. അപ്പം എനിക്ക് അത്രയും പൈസ കൊടുത്ത് ഒരു ഭവനം വാടകയ്ക്ക് എടുക്കാൻ പറ്റില്ലായിരുന്നു. ഞാൻ ഇവിടുന്ന് പോകുന്നതിന് മുമ്പേ മാതാവിനോട് പ്രാർത്ഥിച്ചു, അമ്മേ വളരെ വാടക കുറഞ്ഞൊരു ഭവനം അമ്മ എനിക്ക് ഒരുക്കി തരണം. അതിനു മുമ്പ് ഞാൻ ആ ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്യുന്നതിൻ്റെ ആ സമയത്ത് എന്നെ ഒരാളെ അമ്മ എന്നും കാണിച്ചു തരും. അതെനിക്ക് ആരാന്നറിയത്തില്ല. എന്നും ഞാൻ പോകുന്ന വഴിയിൽ അയാളുടെ മുഖം എൻ്റെ മുമ്പിൽ വരും. എന്നിട്ട് എൻ്റെ ഒരു കൂട്ടുകാരി അവൾ എന്നെ വിളിച്ചു പറഞ്ഞു, ചേച്ചി ഞങ്ങൾ താമസിക്കുന്ന വീടിൻ്റെ ഓപ്പോസിറ്റ് ഒരു ഭവനമുണ്ട്, ചേച്ചി ഒന്ന് പോയി നോക്കാൻ. ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ എന്നും എനിക്ക് കാണിച്ചു തന്ന മുഖമുള്ള ആ ആളുടെ ഭവനമായിരുന്നു ഞാൻ വാങ്ങിച്ചത്. അതും വളരെ കുറഞ്ഞ വാടകയിൽ അമ്മ മാതാവ് ആ ഭവനം എനിക്ക് ഒരുക്കി തന്നു. അതിന് ഈശോയ്ക്കും തിരുക്കുമാരനും ഞാൻ നന്ദി പറയുന്നു. ഞാൻ ചെയ്ത കാരുണ്യപ്രവർത്തികൾ എന്ന് പറഞ്ഞാൽ RCCയിൽ ക്യാൻസർ രോഗികൾക്ക് ഇപ്പോൾ ആരെന്നെ വിളിച്ച് പറഞ്ഞാലും എന്നെക്കൊണ്ട് പറ്റുന്ന സമ്പാദ്യം ഞാൻ കൊടുക്കും. ക്യാൻസർ രോഗികൾക്കെന്ന് മാത്രമല്ല, ആര് കുറേയധികം ബുദ്ധിമുട്ടുന്നോ എന്നോട് എന്താവശ്യപ്പെട്ടാലും പൈസ കൊണ്ടായാലും ആഹാരം കൊണ്ടായാലും എന്നെക്കൊണ്ട് ചെയ്യുന്നത് ഞാൻ ചെയ്തു കൊടുക്കും. നിർദ്ധരായ കുഞ്ഞുങ്ങൾക്ക്, അതായത് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് പഠന പുസ്തകങ്ങളും ഉപകരണങ്ങളും വാങ്ങിക്കൊടുത്ത് സഹായിക്കാറുണ്ട്. ഈ അച്ഛൻ പറഞ്ഞ പോലെ ഈ ഉടമ്പടി ശരിക്കും ഒരു ഫയറാണ്. ഞാൻ അമ്മയോട് ചോദിച്ചതേ ഉള്ളൂ. അമ്മ എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങളാണ് തന്നത്. നിരവധി തവണ മാതാവിൻ്റെ രൂപവും റോസാപ്പൂവും തിരുഹൃദയവും ഒക്കെ അമ്മ എനിക്ക് ആ മെഴുകുതിരിയിൽ കാണിച്ചു തന്നിട്ടുണ്ട്. പിന്നെ സൗദിയിൽ എനിക്ക് പത്രമൊന്നും കൊണ്ടു കൊടുക്കാൻ പറ്റില്ല. പക്ഷേ ഞാൻ ഇവിടെ നിന്ന് ലോക്കറ്റ് വാങ്ങിച്ച് അവിടെയുള്ളവർക്ക് എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ അവരോട് പറഞ്ഞ് ഞാൻ ഈ മാതാവിൻ്റെ ലോക്കറ്റ് അവർക്ക് കൊടുക്കും. ആത്മീയമായിട്ട് ബൈബിൾ വചനം കുറേ പഠിക്കുവാനും ബൈബിൾ കൂടുതൽ തവണ വായിക്കുവാനും ഒരുപാട് തവണ ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുവാനും മാതാവ് ഈശോ എനിക്ക് ശക്തി തന്നു. അതേപോലെ തന്നെ എൻ്റെ സാലറി കുറവാണെന്ന് പറഞ്ഞല്ലോ, അത് ഞാൻ മാതാവിന് ഇവിടുന്ന് പറഞ്ഞിട്ട് പോയായിരുന്നു. ഞാൻ ആ ഫിനാൻസ് മാനേജറിന് മുമ്പിൽ ഉപ്പിട്ട് പ്രാർത്ഥിച്ചപ്പോൾ വിത്തിൻ 5 മിനിറ്റിനുള്ളിലാണ് മാതാവും എനിക്ക് ആ സാലറി കൂട്ടി തന്നത്. എപ്പോഴും എനിക്ക് ബൈബിളിൽ കിട്ടുന്ന വചനമായിരുന്നു, നീ എൻ്റേതാണ്, നിന്നെ ഞാൻ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു. രണ്ടാമത് കിട്ടുന്ന വചനമാണ്, തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു, അത് കർത്താവിൻ്റെ ദൃഷ്ടിയിൽ സംഭവിച്ച ആശ്ചര്യമാണ്. ശരിക്കും ഒരു ജോലിയില്ലാതെ ഭാരം നിന്നപ്പോഴും ഓരോ കാര്യത്തിനും ഞാൻ വിഷമിച്ച് ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചപ്പോഴും എൻ്റെ അമ്മ മാതാവ് ഞാൻ ചോദിക്കാത്തതിലായി ഉപരിയായി എൻ്റെ ഈശോയും അമ്മ മാതാവും എന്നെ അനുഗ്രഹിച്ച് ഇവിടെ നിർത്തി. ഒരു യോഗ്യതയില്ലാത്ത എന്നെ ഇവിടെ നിർത്തി സാക്ഷ്യം പറയാൻ, അമ്മയുടെ പ്രത്യക്ഷണത്തിന് നിരന്തര സാക്ഷിയാക്കി ഈശോയുടെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ സഹായിച്ചതിൽ എൻ്റെ അമ്മ മാതാവിനും തിരുക്കുമാരനും ഞാൻ നന്ദി പറയുന്നു. ആദ്യമേ തന്നെ അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങട്ടെ. എൻ്റെ പേര് ക്രിസ്റ്റി, ഞാൻ വരുന്നത് പാലായിൽ നിന്നാണ്. എൻ്റെ 3 മക്കളാണ്. മൂന്നാമനാണ് എമ്മാനുവലിൻ്റെ വേണ്ടിയുള്ള സാക്ഷ്യം പറയുന്നതിനാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഞാൻ 2019 മാർച്ച് 23-ാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. 2 മാസങ്ങൾക്ക് ശേഷം ഞാൻ ഇവനെ പ്രഗ്നൻ്റായി. അതിനുശേഷം ഒരുപാട് സഹനങ്ങളുടെ ഒരു കാലങ്ങളായിരുന്നു പ്രഗ്നൻസി സമയങ്ങളിൽ. ആ സമയങ്ങളിലെല്ലാം ഞാൻ ഉടമ്പടി പ്രാർത്ഥന പ്രത്യേകമായി മുട്ടിന്മേൽ നിന്ന് വളരെയധികം വിഷമത്തോടെ പ്രാർത്ഥിക്കുമായിരുന്നു. അതിനുശേഷം മോന് 2020 മാർച്ച് 6-ാം തീയതി ഉണ്ടായി. ഒരു 2 മണിക്കൂർ സമയത്തിന് മോന് കുഴപ്പങ്ങളൊന്നുമില്ലായിരുന്നു.
2 മണിക്കൂറിന് ശേഷം മോന് ഓക്സിജൻ, അതായത് തന്നെ ശ്വാസം എടുക്കാനായിട്ട് സാധിക്കുന്നില്ലായിരുന്നു. അതിനുശേഷം ആ ഹോസ്പിറ്റലിൽ അത്ര ഫെസിലിറ്റീസ് ഇല്ലാത്തതുകൊണ്ട് വേറെ എല്ലാ ഫെസിലിറ്റീസും ഉള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് മോനെ മാത്രം റെഫർ ചെയ്യുകയുണ്ടായി. അങ്ങനെ മോന് വെൻറ്റിലേറ്ററിലായി. എല്ലാ കാര്യങ്ങളും ഓരോ നിമിഷങ്ങളിലും വളരെയധികം വഷളായിക്കൊണ്ടിരുന്നു. അങ്ങനെ 2 ആഴ്ചക്കാലം മോന് വെൻറ്റിലേറ്ററിലായിരുന്നു. അതിനുശേഷം ഒരു മാറ്റങ്ങളും, അതായത് യാതൊരു പ്രോഗ്രസിങ്ങും ഇല്ലാത്തതുകൊണ്ട് വെൻറ്റിലേറ്റർ ഓഫ് ചെയ്താലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇതുണ്ടോ നോക്കാം എന്നൊക്കെയുള്ളൊരു രീതിയിൽ ഡോക്ടേഴ്സ് ഇങ്ങനെ സംസാരിച്ചു. അങ്ങനെ അന്ന് വൈകുന്നേരം ഡോക്ടർ പറഞ്ഞു കൊച്ചിന് വീട്ടുമാമോദീസ കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പം അപ്പനും അമ്മയും കൂടി കൊടുക്കാനാണ് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ 2 പേരും കൂടെ കൊച്ചിന് ഒരു വൈകുന്നേരം 6 മണിയായ സമയത്ത് വീട്ടുമാമോദീസ കൊടുക്കുവാണ്. അപ്പം ഞാൻ ഈ ഉടമ്പടി കാശ് രൂപം കയ്യിലെടുത്ത് ആ ഉടമ്പടി കാശ് രൂപം കൊണ്ട് വിശ്വാസ പ്രമാണം ചൊല്ലി അങ്ങനെയാണ് ഞാൻ കൊച്ചിനെ ഞങ്ങൾ 2 പേരും കൂടി വീട്ടുമാമോദീസ കൊടുക്കുന്നത്. അതിനുശേഷം നേഴ്സ് പറഞ്ഞു ഇനി അൺസ്റ്ററൈലായിട്ടുള്ള സാധനങ്ങളൊക്കെ കൊച്ചിന് അടുത്ത് വെക്കുന്നതിന് കുഴപ്പങ്ങളില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് ഈ കാശ് രൂപം വേണമെങ്കിൽ കൊച്ചിൻ്റെ അടുത്ത് വെക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ കൊച്ചിൻ്റെ തലക്കീൽ ഞാൻ ഈ കാശ് രൂപം വെച്ചു, കൊന്തയും വെച്ചു. അതിനുശേഷം ആ രാത്രിയിൽ ഒരുപാട് പ്രാർത്ഥിച്ചു. നമ്മൾക്കറിയാം ഇരിക്കുന്ന ഒരു സമയങ്ങൾ എത്രത്തോളം നമ്മൾ പുഴുപോലെ പെടയുന്ന ഒരു സമയങ്ങളാണ്. അതുപോലെ എന്താ പറയുന്നത്, അത്രയും ആഴമായിട്ട് നമ്മൾ മാതാവിനെയും ഈശോയെയും എല്ലാം വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു സമയങ്ങളാണ്. ഒരുപാട് പേര് ഞങ്ങൾക്ക് വേണ്ടി ആ സമയങ്ങളിൽ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നേരം വെളുത്തു, ഒരു 7 മണിയൊക്കെ ആയപ്പം ഡോക്ടർ എന്നെ വിളിച്ചു. അപ്പം ഞാനോർത്തു വേറെ എന്തെങ്കിലും ഒരു പാടായിട്ടുള്ള ഒരു കാര്യം പറയാൻ വേണ്ടി ആയിരിക്കും ഡോക്ടർ എന്നെ വിളിക്കുന്നത് എന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ആദ്യമേ ഡോക്ടർ വിളിച്ചപ്പം ചെന്നില്ല. അതിനുശേഷം ഡോക്ടർ പറഞ്ഞു വരണം, ക്രിസ്റ്റി വരാതെ ഇരിക്കരുത്, കാരണം വളരെ ഗുഡ് ന്യൂസ് ആയിട്ടുള്ളൊരു കാര്യം പറയാനും കാണിക്കാനുമാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടറുടെ കൂടെ ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ഏതോ ഒരു ചെറുക്കൻ കൊച്ച് ഇങ്ങനെ കൈയും കാലും ഒക്കെ ഇട്ടടിച്ച് കണ്ണൊക്കെ തുറന്ന് യാതൊരുവിധ എന്താ പറയുന്നത് ട്യൂബുകളോ ആ വെൻറ്റിലേറ്റർ അങ്ങനെയുള്ള അതിൽ നിന്ന് മാറ്റി സാധാരണ ഒരു ഇതിൽ കിടക്കുന്ന ഒരു കൊച്ച് ഓക്സിജൻ ഹുഡിൽ കിടക്കുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചത് വേറെ ആരുടെ ഒരു കൊച്ചാണ്, എന്നെ എന്തിനാണ് ഇവിടെ കൊണ്ടു നിർത്തിയിരിക്കുന്നതൊക്കെ മനസ്സിൽ ഞാനോർത്തു. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു ക്രിസ്റ്റി നോക്കിക്കേ കൊച്ച്. അപ്പോൾ എനിക്ക് മനസ്സിലാവുന്നില്ല ഇതെൻ്റെ കൊച്ചാണെന്ന്. ഡോക്ടർ ആദ്യമായിട്ട് എന്നോട് പറഞ്ഞു എടുത്തുകൊണ്ട് പൊക്കോളാൻ പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു സാർ എന്നാ ഇങ്ങനെ പറയുന്നത്, എനിക്കൊന്നും പിടികിട്ടുന്നില്ല. ഞാനിങ്ങനെ ഒന്നും അറിയാത്ത പോലെ മരവിച്ച പോലെ അവിടെ നിന്നു. അപ്പം എന്നോട് സാറ് പറഞ്ഞു രാവിലെ ആയ സമയത്ത് കൊച്ചിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും നോർമലാണ്, യാതൊരുവിധ പ്രശ്നങ്ങളും കൊച്ചിനില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് കൊച്ചിനെ എടുക്കാം, റൂമിലേക്ക് മാറ്റുവാണ് എന്ന് പറയുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഓക്സിജൻ ഹുഡിലേക്ക് മാറ്റിയത് എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ആ ഒരു സമയം എന്നെ മാത്രമാണ് വിളിച്ചത്. ആ സമയത്ത് എന്നാ പറയുന്നത്, നമ്മളിത് കാണുന്നത് സ്വപ്നമാണോ അതോ യാഥാർത്ഥ്യമാണോ, എവിടെയാണ് നിൽക്കുന്നത് ഒന്നും മനസ്സിലാകാത്ത ഒരു മരവിച്ച ഒരു അവസ്ഥയിൽ ഞാൻ നിന്നുപോയി. ഇപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു റൂമിലൊക്കെ പോയി ഒന്ന് ഫ്രഷായി പോരെ, കൊച്ചിനെ റൂമിലേക്ക് മാറ്റുവാണ് എന്ന് പറഞ്ഞു. അങ്ങനെ കൊച്ചിനെ കൈകളിലേക്ക് തന്നു. 2 ആഴ്ചയായി ആദ്യമായിട്ടാണ് കൊച്ചിനെ വീട്ടുമാമോദീസ കൊടുക്കുമ്പോഴാണ് കൊച്ചിനെ ഒന്ന് തൊടുന്നത്. കൊച്ചിനെ ആദ്യമായിട്ട് എടുക്കുന്നത് ആ ഒരു സമയത്താണ്. അപ്പം നമുക്കറിയാം ഒരു അമ്മ എന്ന നിലയിൽ എത്രത്തോളം ഇതുണ്ട്. ആ ഒരു സമയം നമ്മൾ അത്രത്തോളം മാതാവിനെ വിളിച്ച് കരഞ്ഞാണ് ആ നിമിഷം. അപ്പോഴും എൻ്റെ കയ്യിൽ ഞാൻ ഈ ഉടമ്പടി കാശ് രൂപം കയ്യിലുണ്ട്. അങ്ങനെ കൊച്ചിനെ കൊണ്ട് ഒരാഴ്ച ഞങ്ങൾ വീണ്ടും ആ ഹോസ്പിറ്റലിൽ തന്നെ കഴിഞ്ഞു. അതിനുശേഷം അന്ന് മുതൽ ഇന്ന് വരെ കൊച്ചിന് യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല. എമ്മാനുവൽ എന്നാണ് ഞങ്ങളിവനെ വിളിക്കുന്നത്. അങ്ങനെ എപ്പോഴും ഞങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന അമ്മ മാതാവിനെ മറ്റുള്ളവരിലേക്ക് കൂടുതലായിട്ട് എനിക്കുണ്ടായ ഈ വലിയൊരു അനുഭവം ഞാൻ പറയാറുണ്ട്. അതുപോലെ തന്നെ കാരുണ്യ പ്രവർത്തികളായിട്ട് ഞാൻ ചെയ്യുന്നത്, ഞങ്ങളുടെ അടുത്ത് ഒരു കോമാ സ്റ്റേജിൽ കിടക്കുന്ന ഒരു മനുഷ്യനുണ്ട്. അപ്പോൾ അവർക്ക് ഒത്തിരി ഹോസ്പിറ്റലിൽ സാമ്പത്തികമായിട്ട് ഒത്തിരി ബാധ്യതയുണ്ട്. അപ്പോൾ അവർക്ക് ഞങ്ങൾ സഹായങ്ങൾ ചെയ്തു കൊടുത്തായിരുന്നു. പിന്നെ പത്രം കൊടുക്കാറുണ്ട്. പിന്നെ എൻ്റെ ഈ അനുഭവം ഞാൻ എവിടെയൊക്കെ എനിക്ക് പറയാൻ പറ്റുമോ അവിടെയെല്ലാം പറയുകയും കൃപാസനത്തിനെക്കുറിച്ച് പറയുകയും അതുപോലെ തന്നെ കൃപാസനത്തിനെ ഒത്തിരി പേര് ദുഷിച്ച് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളിലെല്ലാം അത് കുറിച്ച് കൂടുതലായിട്ട് ഞാൻ പറയുകയും എനിക്ക് ഇവിടെ നിന്നുണ്ടായ ആ ഒരു വലിയ
അനുഗ്രഹത്തിനെക്കുറിച്ച് എല്ലാവരോടും ഞാൻ പറയാറുണ്ട്. ആത്മീയ ജീവിതത്തിനെക്കുറിച്ച് പറയുവാണെങ്കിൽ ഞങ്ങൾ ഈ സാക്ഷ്യം എല്ലായിടങ്ങളിലും പറയാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾക്ക് കിട്ടുന്ന സമയങ്ങളിലെല്ലാം കുർബാനയിൽ പങ്കെടുക്കാനും അതുപോലെ തന്നെ കൂടെ സംസാരിക്കാനും ബൈബിള് വായിക്കാനും കുടുംബ പ്രാർത്ഥനയിൽ നന്നായി മാതാവിനെ പ്രാർത്ഥിക്കാനും അതുപോലെ തന്നെ മാതാവിനെക്കുറിച്ച് കൂടുതലായിട്ട് മറ്റുള്ളവരിലേക്ക് അറിയത്തില്ലാത്തവരിലേക്ക് പങ്കുവയ്ക്കുവാനും എല്ലാം ഞങ്ങൾ ചെയ്യാറുണ്ട്. പിന്നെ ഈ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഉള്ള അച്ഛൻ്റെ ക്ലാസ്സുകളും സാക്ഷ്യങ്ങൾ കൂടുതലായിട്ടും ഞാൻ കാണാറുണ്ട്. എല്ലാമെന്ന് പറഞ്ഞ പോലെ കാണാറുണ്ട്. കുറച്ച് സമയങ്ങളിലും ഫ്രീ ആയിട്ട് കിട്ടിയെങ്കിൽ ഞാൻ ഈ സാക്ഷ്യങ്ങളും അതുപോലെ തന്നെ അച്ഛൻ്റെ ക്ലാസ്സുകളും ധ്യാനങ്ങളും എല്ലാം ഞാൻ കേൾക്കാറുണ്ട്. പിന്നെ എന്തെങ്കിലും ഒരു വിഷമതകൾ പ്രതിസന്ധികൾ വന്നാൽ പെട്ടെന്ന് തന്നെ പ്രതിഷേധകരണ പ്രാർത്ഥന ചെല്ലാനും ഒക്കെ ഞാൻ ശ്രമിക്കാറുണ്ട്. എൻ്റെ കൂടെ എപ്പോഴും എവിടെ ഞാൻ പോയാലും അവിടെയെല്ലാം ഈ ഉടമ്പടി കാശുരൂപം മാതാവിൻ്റെ ഫോട്ടോയും ഈ തൈലവും ഒക്കെ കൊണ്ടുപോകാറുണ്ട്. അതുപോലെ തന്നെ എക്സാമുകൾക്ക് പോയാലും എല്ലാം ഞാൻ ഈ കാശുരൂപം കയ്യിൽ എടുക്കാറുണ്ട്. അമ്മ മാതാവിനും തിരുക്കുമാരനും കൊടാനുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ.